തിരുവനന്തപുരം കിളിമാനൂരിൽ 59കാരൻ വാഹനമിടിച്ച് മരിച്ച കേസിൽ പാറശാല SHO അനിൽകുമാറിനെതിരെ നടപടി. ഇയാളെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. നേരത്തെ അനിൽകുമാറിനെ കേസിൽ പ്രതി ചേർത്തിരുന്നു. അമിത വേഗത്തിൽ അലക്ഷ്യമായി വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയ ശേഷം നിർത്താതെ പോയതിനാണ് കേസ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. പ്രതി അനിൽകുമാർ ഒളിവിലാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അരുൺ മോഹൻ ചേരുന്നുണ്ട്. അരുൺ, ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ സാധാരണ ജനങ്ങൾക്ക് നൽകുന്നൊരു നിർദ്ദേശമുണ്ട്. ഒരു വാഹനാപകടം ഉണ്ടായാൽ വാഹനം അവിടെ നിർത്തി അവിടെ അപകടത്തിൽ പെടുന്ന ആളുകളെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഒരു സാമൂഹ്യ പ്രതിബദ്ധതയെങ്കിലും കാണിക്കണമെന്ന്. പക്ഷേ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. ഈ സസ്പെൻഷനപ്പുറം മറ്റെന്തൊക്കെ നിയമ നടപടികൾ ഈ അനിൽകുമാർ SHO അനിൽകുമാർ നേരിടേണ്ടി വരും? അരുൺ, ടോം സൂചിപ്പിച്ചതുപോലെ അത് തന്നെയാണ് സ്ഥിതി. കാരണം നിയമം പാലിക്കേണ്ടവർ ഇവിടെ പാലിച്ചില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഈ പറയുന്ന 59കാരനായ വഴിയാത്രക്കാരനായ രാജനെയായിരുന്നു കിളിമാനൂർ വെച്ച് ഈ പറയുന്ന SHO സഞ്ചരിച്ച വാഹനം ഇടിച്ചിട്ട് കടന്നു പോകുന്നത്. തുടർന്ന് മണിക്കൂറുകളോളം ഇദ്ദേഹം റോഡിൽ കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. തുടർന്ന് നാട്ടുകാരും പോലീസും ചേർന്നായിരുന്നു ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചത്. തുടർന്ന് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. എന്നാൽ ബന്ധുക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയായിരുന്നു വാഹനം കണ്ടെത്തുന്നത്. വാഹനത്തെ തുടർന്നുള്ള അന്വേഷണമാണ് ഈ പറയുന്ന പാറശാല സ്റ്റേഷനിലെ SHO അനിൽകുമാറിലേക്ക് എത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് ഇത് വകുപ്പ് തല ഒരു അന്വേഷണത്തിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുന്നു. പ്രാഥമികമായി ഇദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പിട്ട് കേസെടുത്തിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അലക്ഷ്യമായി വാഹനം ഓടിക്കുകയും അത് വാഹനം നിർത്താതെ പോവുകയും ചെയ്തതിനാണ് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തെന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് ജാമ്യമില്ലാത്ത വകുപ്പെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നതും. എന്തായാലും ഇപ്പോൾ അനിൽകുമാർ ഒളിവിലാണെന്നാണ് പറയുന്നത്. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിനുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം കേസിനെ കൂടുതൽ ഇത്രയും തീർച്ചയായും. പക്ഷേ എന്തുകൊണ്ടാകാം അദ്ദേഹം അവിടെ വാഹനം നിർത്താതെ പോയത്? ഇക്കാര്യം പരിശോധിക്കേണ്ടതാണ്. കാരണം സാധാരണ ഇതിനു മുൻപ് പോലീസ് ഉദ്യോഗസ്ഥർ മദ്യലഹരിയിൽ വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയ സംഭവങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുള്ളതാണ്. ഇവിടെ അലക്ഷ്യമായിട്ടാണ് വാഹനം ഓടിച്ചതെന്ന് വ്യക്തമാണ്. ഇയാൾ മദ്യലഹരിയിലായിരുന്നു. ഒരുപക്ഷെ ഈ ഒളിവിൽ നിൽക്കുന്നത് ഈ വൈദ്യ പരിശോധന നടത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും പിടിക്കപ്പെടാം. അങ്ങനെ ഒരു സംശയമുണ്ടോ പോലീസിന്? ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഈ കുറ്റക്കാരാണെങ്കിൽ പോലും പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന സമീപനമായിരിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുക. ഇവിടെ ഇദ്ദേഹം അനിൽകുമാർ മദ്യലഹരിയിലായിരുന്നോ എന്ന സംശയമുണ്ടോ അരുൺ? തീർച്ചയായും എല്ലാവിധ പരിശോധനകളും നടത്തും, എല്ലാവിധ അന്വേഷണങ്ങളും നടത്തുമെന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അറിയുന്നത്. പോലീസുകാർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന് നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ വിഷയം സമൂഹ മാധ്യമങ്ങളിലും ഒപ്പം ഇത്തരം ഒരു വലിയൊരു വിഷയങ്ങളായതോടുകൂടിയാണ് പോലീസിന് ഈ ഒരു കേസെടുക്കേണ്ട ഒരു സാഹചര്യം എത്തിയത്. എന്തായാലും ഇപ്പോൾ അയാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് തന്നെയാണ് ചുമത്തി ഇപ്പോൾ കേസെടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ പ്രതിയെ കസ്റ്റഡിയിലെടുത്താൽ മാത്രമേ കൂടുതൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സംഭവിച്ചത്, വാഹനം നിർത്താതെ പോകാനുള്ള കാരണം തുടങ്ങിയവ അന്വേഷിക്കുകയും തുടർന്നുള്ള അന്വേഷണം നടത്തും എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വരും ദിവസങ്ങൾ വരും മണിക്കൂറുകൾ ഇദ്ദേഹത്തെ പിടികൂടാൻ കഴിയും, അല്ലെങ്കിൽ അന്വേഷണത്തിലാണ് എന്നുള്ളൊരു ആത്മവിശ്വാസം കൂടി പോലീസ് പറയുന്നുണ്ട്. എന്തായാലും അന്വേഷണത്തിലാണ് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇയാളുടെ ഒരു ട്രാക്ക് റെക്കോർഡ് കൂടി പരിശോധിക്കേണ്ടതല്ലേ? കാരണം ഇതിനു മുൻപ് ഏതെങ്കിലും കേസുകളിൽ പെട്ടിട്ടുള്ള ഏതെങ്കിലും നടപടികൾ നേരിട്ടിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് അനിൽകുമാർ? തീർച്ചയായും അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ ഒരു തലത്തിലുള്ള ഒരു പ്രശ്നം നമുക്ക് കിട്ടുന്നില്ല. കാരണം ഇദ്ദേഹത്തെ മുൻപ് ഇത്തരം സമാനമായ കുറ്റകൃത്യങ്ങളിലുള്ള ഒരു വ്യക്തിയല്ല എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആ കാര്യം പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം അത്തരത്തിലൊരു അങ്ങനെ ഒരു കൃത്യം ചെയ്യുന്ന അല്ലെങ്കിൽ മുൻപും ഇത്തരത്തിൽ സമാനമായ സംഭവങ്ങൾ നടത്തിയ അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ട ഒരു ആളല്ല എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അതും നമുക്ക് ഒന്ന് ഉറപ്പിക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും പോലീസ് ഇപ്പോൾ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായ ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് ഈ മണിക്കൂറിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം കേസെടുത്തിട്ടുണ്ട്, അതും ജാമ്യമില്ലാ വകുപ്പ് ആണ്. ഈ പറയുന്ന സാധാരണക്കാരനായ ഒരാളാണ് ഇപ്പോൾ ഇവിടെ മരണപ്പെട്ടത്. അപ്പൊ സ്വാഭാവികമായും അവർക്ക് നീതി ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ് എന്നുള്ള അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും അവർ പക്ഷേ പോലീസ് ഈ ഒരു കേസ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്, അതും ജാമ്യമില്ലാ വകുപ്പ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഉന്നത വൃത്തങ്ങളിൽ നിന്നും നമുക്ക് പറയുന്നത്.
അരുൺ, ഇതോടൊപ്പം പുറത്തു വന്നൊരു വിവരം, അതായത് കുറ്റം സമ്മതിച്ചിട്ടുണ്ട് അനിൽകുമാർ. ഇക്കാര്യത്തെക്കുറിച്ച്, കാരണം ഇതൊരു അപകടം സംഭവിച്ചു, താൻ നിർത്താതെ പോയെന്ന് പറയുന്നുണ്ട്. ഈ മേലുദ്യോഗസ്ഥരുടെ അനുമതി ഇല്ലാതെയാണ് അന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് ഈ പുലർച്ചെ 4 മണിക്ക് അനിൽകുമാർ സ്വന്തം വീട്ടിലേക്ക് പോയതും എന്ന രീതിയിലുള്ള ചില വിവരങ്ങളൊക്കെയാണല്ലോ പുറത്തു വരുന്നത്. അത് ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കുമോ ഇയാൾ വാഹനം നിർത്താതിരുന്നത്? അങ്ങനെ ഒരു കാര്യം വരുന്നുണ്ട്. കാരണം ഇദ്ദേഹം ഈ പറയുന്ന ഡ്യൂട്ടി, കാരണം ഈ അടുത്തിടെയാണ് ഈ പറയുന്ന സ്ഥലത്ത് നിന്ന് പാറശാല SHO ആയിട്ട് ഇദ്ദേഹം ചുമതലയെടുക്കുന്നത്. അപ്പോൾ ഈ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് പിറ്റേ ദിവസം വരുന്ന ആഘോഷ പരിപാടികളുണ്ട്, ക്ഷേത്രോത്സവ പരിപാടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ രാവിലെ എത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ ഇദ്ദേഹം വന്നിരുന്നു. അതുകൊണ്ടായിരിക്കാം ഈ പറയുന്ന അപകടം നടന്നപ്പോൾ ശ്രദ്ധിക്കാതെ പോയിരിക്കാം എന്നുള്ളതായിരിക്കാം പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറയുന്നത്. പക്ഷേ അതൊന്നും ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം അത് എന്ത് സംഭവിച്ചിരുന്നാലും, ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു അപകടം നടന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രഥമ കാര്യം. അത് ചെയ്തില്ല എന്നുള്ളതാണ് ഇവിടെ ഒരു കണ്ടെത്തൽ. CCTV ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ള കണ്ടെത്തൽ ഈ പ്രതിയിലേക്ക് എത്തിച്ചേരുന്നത്, അല്ലെങ്കിൽ ഇതിലേക്ക് എത്തിച്ചേരുന്നത് ആ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എന്തായാലും പോലീസ് കേസെടുത്തിട്ടുള്ളത്. എന്തായാലും വരും മണിക്കൂറുകൾ നമുക്ക് ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ എന്താണ് കൂടുതൽ ഇതിൽ സംഭവിച്ചതെന്നുള്ളത് നമുക്ക് വ്യക്തത വരൂ. യെസ്, വ്യക്തമാണ്. അരുൺ മോഹനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഒരു നിയമം നടപ്പാക്കേണ്ട ഒരു ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്താണ് ഈ രീതിയിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ളൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മറ്റ് നിയമ നടപടികളുണ്ടാകും. 10 വർഷം വരെയും തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് SHO അനിൽകുമാറിനെതിരെ ചുമത്തിയിട്ടുള്ളത്.